ഹായ് ഹലോ വെൽക്കം ടു ശ്രീപ വൈബ്സ് യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ സൺഡേ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്താ ചെയ്യാന്നുള്ളത്. നമ്മൾ നെസ്റ്റോയിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കുക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ മംസാർ ബീച്ച് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ ഇപ്പം കുറെ നാളായി അത് റെനോവേഷന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിട്ടേക്കണായിരുന്നു. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ മാസം, ഐ മീൻ ലൈക്ക് കഴിഞ്ഞ മാസമല്ല, മെയ് മന്തിൽ അത് റീഓപ്പൺ ആക്കി. ഈ റീവാമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റീഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഇതുവരെ പോയി കണ്ടില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയത് ഉച്ചയ്ക്കാണ്. അത് കാരണം നല്ല ചൂട് തുടങ്ങിയ ടൈം ആയത് കാരണം നമ്മൾ ജസ്റ്റ് ബീച്ചിന്റെ അവിടെ പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ നടക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ മംസാറിന്റെ ബീച്ചിന്റെ റെനോവേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ദുബായിയുടെ കോസ്റ്റ് ലൈൻ, അതായത് കുറെ ബീച്ചസ് ഉണ്ട്, ജുമേറ, പാം ജബൽ അലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഓരോ ബീച്ച് ഏരിയ ആയിട്ട് അവരുടെ പ്ലാനൊക്കെ ഒരു മാപ്പിനകത്ത് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കാണാം 2029 വരെ ഉള്ള ഡെവലപ്മെന്റ് അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ട്രാൻസ്പെറന്റ് ആണ് ഇവിടെ. അപ്പൊ അതെല്ലാം അവർ ഡിസ്പ്ലേ ചെയ്ത് വെക്കും. അപ്പം സാധാരണ ഒരു കോമൺ മാന് പോലും അത് കണ്ട് മനസ്സിലാക്കാൻ, സാധാരണക്കാർക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇതാണ് ബീച്ചിന്റെ ഫ്രണ്ടേജ്. ഇത് അൽ മംസാർ ബീച്ച് എന്ന് പറയാം. ഇത് ആണ് പുതിയൊരു വാക്ക് വേ, അതായത് ഫ്ലോട്ടിംഗ് വാക്ക് വേ ആണ് വാട്ടർ ബോഡിയിൽ കൂടി. ഇതൊരു മാൻമെയ്ഡ് ബീച്ചാണ് കേട്ടോ. അപ്പം ഇതൊരു ഫ്ലോട്ടിംഗ് വാക്ക് വേ ആണ്. ഇത് അപ്പുറത്തെ സൈഡ് കാണുന്നത്, നമ്മൾ ഫേസ് ചെയ്ത് നടന്ന് അങ്ങോട്ട് പോകുന്ന ഷാർജ എമിറേറ്റ്സ് ആണ് കാണുന്നത്. ഇവിടെ ഈ ചൂണ്ടി കാണിക്കുന്നത് ദുബായിയുടെ സൈഡാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ദുബായിയുടെ ഷോർ ലൈൻ സാൻഡി ബീച്ചാണ്. അപ്പം ആ സാൻഡി ബീച്ച് കുറച്ചും കൂടെ ഒരു എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫ്ലോട്ടിംഗ് വാക്ക് വേ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. അതായത് നമുക്ക് ഷാർജ എമിറേറ്റ്സ് വരെ നമുക്ക് ഇതിൽ കൂടി നടന്നു പോകാം, ഈ ഫ്ലോട്ടിംഗ് വാക്ക് വേയിൽ കൂടിയിട്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ചില റെസ്റ്റോറന്റ് പോലെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഈ വാക്ക് വേയിൽ കൂടി നടക്കുമ്പോൾ പകുതി വഴി എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ ഒരു ചെറിയ റെസ്റ്റോറന്റ് പോലെ ഉണ്ട്. ഇതൊക്കെ സൈക്കിൾ വാക്ക് വേ ആണ്. ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ സൈക്കിൾ, മറ്റേ നമ്മുടെ ജോഗിങ് വാക്ക് വേ. ഇതൊക്കെ 5.5 കിലോമീറ്റർ വരെ ഉണ്ട്. അപ്പൊ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നാൽ ആൾക്കാർക്ക് ജോഗ് ചെയ്യാം, പിന്നെ സൈക്ലിംഗ് ചെയ്യാം. അപ്പം അതൊരു ഹെൽത്ത് ബെനിഫിറ്റും കൂടി വരുന്ന രീതിയിലാണ്. ഇവിടെ എല്ലാ ഡെവലപ്മെന്റ്സും എല്ലാം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അവര് പബ്ലിക്കിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്. ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഹെൽത്ത് വേണ്ടവർക്ക് ഹെൽത്ത് കാര്യങ്ങൾ നോക്കാം, നടക്കാം, ഓടാം, അങ്ങനെയുള്ള ട്രാക്ക് ഒക്കെ അവർ ബിൽഡ് ചെയ്തിട്ടേക്കുന്ന. അങ്ങനെ ജോഗിങ് ട്രാക്സ് ആണ്, സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്. പിന്നെ അല്ലാതെ ഓപ്പൺ ഏരിയാസിൽ ഈ ജിം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ഇതെല്ലാം അവർ വെച്ചിട്ടുണ്ട്. പിന്നെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അതായത് വാട്ടർ സ്കീയിങ്, ഫ്ലൈ ബോർഡിങ്, പാഡിൽ ബോട്ടിങ്, കയാക്കിംഗ്, ജെറ്റ് സ്കീയിങ്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചെന്നപ്പോ കുറച്ച് ചെറിയ ബോട്ടുകളൊക്കെ അങ്ങ് ദൂരെ ഇങ്ങനെ കാണാം, അങ്ങനെ സ്കീ ചെയ്ത് പോകുന്ന. ഇതെല്ലാം സ്വിമ്മിങ്. പിന്നെ നൈറ്റ് സ്വിമ്മിങ് ഇവിടെ അലൗഡ് ആക്കിയിട്ടുണ്ട് ലേഡീസിന്. ആദ്യം ലേഡീസ് നൈറ്റ് സ്വിമ്മിങ് ഇവിടെ അലൗഡ്. ഒന്നാമത് നൈറ്റ് സ്വിമ്മിങ് ഇവിടെ എല്ലാ ബീച്ചിലും അലൗഡ് അല്ല. ഇപ്പൊ ആകെ ഉള്ളത് ജുമൈറ ബീച്ച്, ഉംസുക്കിയും ആ ഏരിയയിലൊക്കെ വരുന്ന ബീച്ചസിലാണ് നൈറ്റ് സ്വിമ്മിങ് അലൗഡ് ആയിട്ടുള്ളത്. അതിപ്പോ മംസാറിലേക്കും അവര് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എല്ലാം ഫുൾ ലൈറ്റഡ് അപ്പ് ആയിരിക്കും. അതായത് നമുക്ക് സേഫ് ആയിട്ട് സ്വിം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫാമിലി ഗാദറിംഗ് ഇങ്ങനെ വരുമ്പം നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഏരിയാസ്, ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഉണ്ട്.
അവിടെ ഇരുന്ന് നമുക്ക് ബാർബിക്യൂ ചെയ്യാം. ഇനിയിപ്പം വിന്റർ ടൈമിൽ, അതായത് ഇനി സെപ്റ്റംബർ 15th ഒക്കെ കഴിയുമ്പോഴത്തേക്കും വിന്ററിന്റെ സീസൺ ആകും. അപ്പൊ ആ സമയം തൊട്ട് നല്ല തിരക്കായിരിക്കും പിന്നെ ഇവിടെയൊക്കെ. അപ്പം ഇതൊരു വൈഡ് ഷോട്ട് എടുത്ത് അപ്പുറത്ത് കാണുന്നത് ഷാർജ എമിറേറ്റ്സ് ആണ്, ഇപ്പുറത്ത് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുന്നത് ദുബായ് ആണ്. അത് നമ്മുടെ നാട്ടിൽ ഈ കടലുണ്ടി റിവർ ഉണ്ടല്ലോ, കടലുണ്ടി പുഴ, അത് ഷെയർ ചെയ്യണത് ഒന്ന് കോഴിക്കോട്, മറ്റേ സൈഡ് മലപ്പുറവുമാണല്ലോ. അതേപോലെ ഇത് പക്ഷെ നാച്ചുറൽ അല്ല, മാൻമെയ്ഡ് ബീച്ചാണ്. പക്ഷെ രണ്ട് എമിറേറ്റ്സിനും ഇതിന്റെ ഷോർ ലൈൻ ഷെയർ ചെയ്യാൻ പറ്റും അവിടെയുള്ള ആൾക്കാർക്ക്. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇത്രയും ജസ്റ്റ് ഞങ്ങൾ ഈ വാക്ക് വേ മാത്രമാണ് ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുള്ളത്. കാരണം നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഏരിയാസിലൊന്നും അങ്ങനെ നടന്നു പോകാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.